Let us continue with the determination of sex. The major sex determining mechanisms നാലെണ്ണമായിട്ടാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തത്. ക്രോമസോം മെക്കാനിസം, genic balance theory, then cytoplasmic factors. Presence or absence of these factors are responsible for producing a particular type of sex. Then environmental factors. These factors decide the sex of the developing embryo. Then among these, first one, chromosomal mechanism of sex determination. According to this concept, the sex of an individual is determined by a specific chromosome. Chromosomes ആണ് ഒരു ഇൻഡിവിജ്വലിന്റെ സെക്സിനെ ഡിറ്റർമിൻ ചെയ്യുന്നതിനുള്ള ഗ്രേറ്റ് റോൾ വഹിക്കുന്നത്. അല്ലെങ്കിൽ അത് ഇൻഡിവിജ്വലിന്റെ സെക്സ് ഈസ് കംപ്ലീറ്റ്ലി കൺട്രോൾ ബൈ ദി നേച്ചർ ഓഫ് ദി ക്രോമസോം. ആ ക്രോമസോം ഇൻഡിവിജ്വൽ പൊസസ് ചെയ്തിരിക്കുന്ന ക്രോമസോമിന്റെ നേച്ചർ അനുസരിച്ചാണ് ഇൻഡിവിജ്വലിന്റെ സെക്സ് ഡെവലപ്പ് ചെയ്യുന്നത്. ആ കൺസെപ്റ്റിനെയാണ് നമ്മൾ ക്രോമസോമൽ മെക്കാനിസം ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ എന്ന് പറയുക. ഇങ്ങനെ ക്രോമസോമിന്റെ ബേസിൽ സെക്സ് ഡിറ്റർമിനേഷൻ 3 ടൈപ്പ് ആയിട്ടാണ് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ, സെക്സ് ഡിറ്റർമിനേഷൻ ബൈ അല്ലോസോംസ്. സെക്കൻഡ് വൺ, ഡിപ്ലോയിഡ് ഹാപ്ലോയിഡ് സിസ്റ്റം ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ. മൂന്നാമത്തത് ജീനിക് ബാലൻസ് സിസ്റ്റം. ഫസ്റ്റ് വൺ, allosomal sex determination. Allosomes are of 2 types, X and Y. ഇതിൽ ഈ എക്സ് ആണോ വൈ ആണോ ഇൻഡിവിജ്വൽ പൊസസ് ചെയ്യുന്നത്, അതിന്റെ ബേസിലാണ് ആ ഇൻഡിവിജ്വലിന്റെ സെക്സിനെ ഡിറ്റർമിൻ ചെയ്യപ്പെടുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ അല്ലോസോമൽ സെക്സ് ഡിറ്റർമിനേഷൻ പാറ്റേൺ എന്ന് പറയുക. ഇനി സാധാരണ എക്സ് ആൻഡ് വൈ ആയിട്ടാണ് അല്ലോസോംസിനെ റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിലും ചിലപ്പോൾ അത് ZW ടൈപ്പ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഇനി 4 ഡിഫറെന്റ് സിസ്റ്റംസ് ഓഫ് അല്ലോസോമൽ സെക്സ് ഡിറ്റർമിനേഷൻ. അത് ഏതൊക്കെയാണ്? XX, XY. Here females are homogamitic, അല്ലെങ്കിൽ ഇവിടെ ഫീമെയിൽസ് ആണ് ഐഡന്റിക്കൽ ആയിട്ടുള്ള ഗമേറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യും. while males are heterogamitic, different types ഉള്ള ഗമേറ്റ്സ് X and Y bearing gametes പ്രൊഡ്യൂസ് ചെയ്യും. Then second one, XX, X0. Here also females are homogamitic while males are heterogamitic. പക്ഷെ ഹെറ്ററോഗമിറ്റിക് ആകാൻ കാരണം അത് ഒരു എക്സ് ക്രോമസോം മാത്രമേ അതിനുള്ളൂ. ഈ വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെക്സ് ക്രോമസോം ഇവിടെ ആബ്സെന്റ് ആണ്. അതുകൊണ്ട് മെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗമേറ്റ്സിൽ ഒരെണ്ണത്തിൽ എക്സ് ഉണ്ടായിരിക്കും, ഒരെണ്ണത്തിൽ എക്സ് മിസ്സിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ക്രോമസോം കുറവായിട്ടുള്ള ഗമേറ്റ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. ദെൻ തേർഡ് ടൈപ്പ് X0, XX ടൈപ്പ്. ഹിയർ ഫീമെയിൽസ് ആർ ഹെറ്ററോഗമറ്റിക്. ഇവിടുത്തെ പ്രത്യേകത ഫീമെയിൽസ് ഹെറ്ററോഗമറ്റിക്കും മെയിൽസ് ഹോമോഗമറ്റിക്കുമാണ്. ദെൻ ലാസ്റ്റ് വൺ ZW, ZZ ടൈപ്പ്. ഹിയർ ഓൾസോ ഫീമെയിൽസ് ആർ heterogamitic and males are homogamic. Then XX, XY type. Example female, male system. Example Drosophila, man and other mammals. ഇതിനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. 2 X ഉള്ളവർ ഫീമെയിൽസ് ആയിരിക്കും, എക്സും വൈ ഉള്ളവർ മെയിൽ ആയിട്ട് ഡെവലപ്പ് ചെയ്യും. ദെൻ സെക്കൻഡ് ടൈപ്പ് XX, X0, ഫീമെയിൽ മെയിൽ സിസ്റ്റം. ഇവിടെ ഗ്രാസ് ഹോപ്പേഴ്സ്, ഇൻസെക്ട്സിലൊക്കെ കാണുന്ന ഗ്രാസ് ഹോപ്പേഴ്സ് ആൻഡ് അതർ ഓർത്തോപ്റ്റീറ, ഹെമിപ്റ്റീറ ഇൻസെക്ട്സിലൊക്കെ കാണുന്ന സെക്സ് ഡിറ്റർമിനേഷൻ പാറ്റേൺ ആണ് XX, X0. നേരത്തെ പറഞ്ഞ പോലെ XX ബിയർ ചെയ്യുന്ന ഫീമെയിൽസ് ഹോമോഗമറ്റിക് ആയിരിക്കും. പക്ഷെ മെയിൽസിന് ഒരു എക്സ് ക്രോമസോമേ കാണുള്ളൂ, അതുകൊണ്ട് ഒരെണ്ണം മിസ്സിംഗ് ആയിരിക്കും. അപ്പോൾ ഈ 2 ഗമേറ്റ്സ് ഉണ്ടാക്കുന്നതിൽ ഒരെണ്ണം മാത്രമേ എക്സ് ക്രോമസോം ബിയർ ചെയ്യുന്ന ഗമേറ്റും ഒരെണ്ണം ഒരു ക്രോമസോം മിസ്സിംഗ് ആയിട്ടുള്ള ഗമേറ്റും ആയിരിക്കും. ദ മെയിൽ ഈസ് ഹെറ്ററോഗമറ്റിക് വിച്ച് പ്രൊഡ്യൂസസ് sperms, half of which have X chromosome and the other half have none. ഈ ഏത് സ്പേം ആണോ ഫെർട്ടിലൈസേഷനിൽ ഏർപ്പെടുന്നത് അതിനനുസരിച്ച് ഡെവലപ്പ് ചെയ്യുന്നത് XX ആയിട്ടാണ് വരുന്നതെങ്കിൽ അത് ഫീമെയിൽ ആയിട്ട് ഡെവലപ്പ് ചെയ്യും, X0 ആണെങ്കിൽ അത് മെയിൽ ആയിട്ട് ഡെവലപ്പ് ചെയ്യും. ദെൻ തേർഡ് ടൈപ്പ് ആണ് X0, XX ടൈപ്പ്. വെരി ഫ്യൂ സ്പീഷീസ് ഓഫ് ഇൻസെക്ട്സ് ലൈക്ക് ഫ്യൂമിയെ, വളരെ കുറച്ച് ഇൻസെക്ട്സിൽ കാണുന്ന ടൈപ്പ് മറ്റേ സെക്സ് ഡിറ്റർമിനേഷൻ പാറ്റേൺ ആണ് X0, XX.
ഇവിടുത്തെ പ്രത്യേകത ഫീമെയിൽസ് ആണ് ഹെറ്ററോഗെമറ്റിക്. ദെൻ അപ്പോൾ ഫീമെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓവത്തിന്റെ നേച്ചർ അനുസരിച്ച് അത് ഏത് ഓവമാണ് ഫെർട്ടിലൈസേഷനിലേക്ക് ഏർപ്പെടുന്നതെന്നനുസരിച്ചായിരിക്കും ആ ഡെവലപ്പിംഗ് എംബ്രിയോന്റെ സെക്സിനെ ഡിറ്റർമിൻ ചെയ്യപ്പെടുന്നത്. ദെൻ ഫോർത്ത് വൺ ZW, ZZ ടൈപ്പ്. ഇത് ബേർഡ്സില്, ബട്ടർഫ്ലൈസില്, ഫിഷസിലൊക്കെ കാണുന്ന തരത്തിലാണ് ZW, ZZ ടൈപ്പ്. ഇവിടെയും ഫീമെയിൽസ് ഹെറ്ററോഗെമറ്റിക് ആണ്, പക്ഷെ മെയിൽസ് ഹോമോഗെമറ്റിക് ആണ്. അപ്പോൾ ഇവിടെയും ഫീമെയിൽസ് ആണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഡെവലപ്പിംഗ് എംബ്രിയോന്റെ ഗമേറ്റ് ഏതാണെന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത് ഫീമെയിൽസ് ആണ്, ഫീമെയിൽ പേരന്റ് ആണ്. ദെൻ സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്രോമസോമൽ മെക്കാനിസം. ഇത്രയും നേരം പറഞ്ഞത് ക്രോമസോമൽ മെക്കാനിസത്തിൽ തന്നെ അല്ലോസോംസിന്റെ റോളായിരുന്നു. ഇനി രണ്ടാമത്തത് ക്രോമസോം മെക്കാനിസത്തിൽ തന്നെ ഡിപ്ലോയിഡ് ഹാപ്ലോയിഡ് സിസ്റ്റം. ഹണി ബീസ്, ആൻസ്, ടെർമൈറ്റ്സ് ഇതിലെല്ലാം അവരുടെ സെക്സിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് ആ ഇൻഡിവിജ്വൽ ബെയർ ചെയ്യുന്ന ക്രോമസോം സെറ്റ് ഡിപ്ലോയിഡ് ആണോ ഹാപ്ലോയിഡ് ആണോ എന്നതിന്റെ ബേസിലായിരിക്കും. Then in honeybees the females have diploid number 2n number chromosomes and drones or males have haploid. നമുക്കറിയാം ഒരു ഹണിബി കോളനിയിൽ 3 ടൈപ്പ് പോളിമോർഫിസം എക്സിബിറ്റ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഡിവിഷൻ ഓഫ് ലേബർ കാണിക്കുന്നുണ്ട്. 3 ടൈപ്പ് ഇൻഡിവിജ്വൽസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഒരു ക്യൂൻ ഉണ്ടായിരിക്കും. ദെൻ ഫീമെയിൽസ്, ബാക്കിയുള്ള ഫീമെയിൽസ് എല്ലാം വർക്കേഴ്സ് എന്നറിയപ്പെടും. ദെൻ മെയിൽസ് എല്ലാം ഡ്രോൺ ആയിട്ടാണ് അറിയപ്പെടുക. ഇതിൽ ഫീമെയിൽസ് തന്നെ 2 കാറ്റഗറി ഉണ്ട്. മെയിൽ ആൻഡ് ഫീമെയിൽ എന്ന് പറയുന്ന 2 സെക്സേ ഉള്ളെങ്കിലും ഫീമെയിൽ തന്നെ 2 എണ്ണം ഉണ്ട്. ക്യൂനും ഉണ്ട്, വർക്കേഴ്സും ഉണ്ട്. ക്യൂൻ ഈസ് ദ ഓൺലി റിപ്രൊഡ്യൂസിംഗ് മെമ്പർ, ഫീമെയിൽ മെമ്പർ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ കോളനി. ആ കോളനിയിലെ ആകെ റിപ്രൊഡ്യൂസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു ഫീമെയിൽ എന്ന് പറഞ്ഞാൽ ഈ ക്വീൻ മാത്രമേ ഉള്ളൂ. പക്ഷെ ബാക്കി എല്ലാ വർക്കേഴ്സും ഫീമെയിൽസും സ്റ്റെറൈലാണ്. അവരാണ് ബാക്കി എല്ലാ ഡ്യൂട്ടിയും ചെയ്യുന്നത് എക്സെപ്റ്റ് റിപ്രൊഡക്ഷൻ. അതിനെ നമ്മൾ വർക്കേഴ്സ് എന്ന് വിളിക്കും. ദെൻ ഈ പറഞ്ഞ മെയിൽസിന്റെ പ്രത്യേകത, മെയിൽസ് ഒരു ജോലിയും ചെയ്യുന്നില്ല, പക്ഷെ അവരാകെ ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ ദേ ഇൻവോൾവ് ഇൻ സെക്ഷൽ റിപ്രൊഡക്ഷൻ വിത്ത് ദി ക്വീൻ. ക്യൂനുമായിട്ട് റിപ്രൊഡ്യൂസ് ചെയ്ത് നെക്സ്റ്റ് കോളനിയെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള ആകെ ഒരു ഫംഗ്ഷൻ മാത്രമേ ഡ്രോൺസ് ചെയ്യുന്നുള്ളൂ. ദെൻ ഇവിടെ ഫീമെയിൽസ് ആർ ക്വീൻ ആൻഡ് വർക്കേഴ്സ്. ഈ ഫീമെയിൽസ് എല്ലാം തന്നെ 2n നമ്പർ ഓഫ് ക്രോമസോംസ് അല്ലെങ്കിൽ ഡിപ്ലോയിഡ് നമ്പർ ഓഫ് ക്രോമസോംസ് ബിയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ 2n നമ്പർ ഓഫ് ക്രോമസോംസ് ആണ് അതിന്റെ ഫീമെയിൽനെസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ എങ്ങനെ ഇത് ക്യൂനും വർക്കേഴ്സുമായി മാറും? അവർക്ക് ഇനിഷ്യൽ സ്റ്റേജിൽ അവർക്ക് കൊടുക്കുന്ന റോയൽ ജെല്ലി എന്ന് പറയുന്ന ഒരു ഫുഡാണ് അവർക്ക് കിട്ടുന്നതെങ്കിൽ ഈ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഒരു എഗ്ഗ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിന് ഈ ഓൾറെഡി ഉള്ള ക്വീൻ ഒരു റോയൽ ജെല്ലി പ്രൊഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ റോയൽ ജെല്ലി കൊടുത്താണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ വർക്കേഴ്സ് ആണ് അതിനെ റെയർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ റോയൽ ജെല്ലി പ്രൊവൈഡ് ചെയ്ത് വളർത്തുന്ന കുഞ്ഞാണ് പിന്നീട് ക്യൂനായിട്ട് മാറുന്നത്. ഈ ബാക്കി ആ റോയൽ ജെല്ലിയാണ് അപ്പോൾ അതിനെ ക്യൂനായിട്ട് മോഡിഫൈ ചെയ്യുന്നുള്ള ഒരു റോള് വഹിക്കുന്നത്. പക്ഷെ ഈ എല്ലാ 2n നമ്പർ ഡിപ്ലോയിഡ് നമ്പർ പൊസസ് ചെയ്യുന്ന ഇൻഡിവിജ്വൽസും ഫീമെയിൽസ് ആണ്. പക്ഷെ ഹാപ്ലോയിഡ് നമ്പേഴ്സ് ഉള്ള എല്ലാവരും മെയിൽസ് ആയിരിക്കും. അപ്പൊ ഈ പ്ലോയിഡിറ്റി ആണ് ഇവിടെ ഇൻഡിവിജ്വലിന്റെ സെക്സിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. Then Qn produces haploid eggs. Qn is the only reproducing member, female member. അപ്പോൾ എഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹാപ്ലോയിഡ് നമ്പർ ഓഫ് എഗ്സ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. ദെൻ ഈ എഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓൾറെഡി മെയിൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പേമുമായിട്ട് ഇന്ററാക്ട് ചെയ്യും അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടത്തും. ദെൻ ഈ ഡിപ്ലോയിഡ് ഇൻഡിവിജ്വൽസ് ഉണ്ടാകുന്ന ഫീമെയിൽസ് എല്ലാം സെക്ഷലി റിപ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡിവിജ്വൽസ് എല്ലാം തന്നെ ഫീമെയിൽ ആയിട്ട് ഡെവലപ്പ് ചെയ്യും. Males are produced by parthenogenesis. However, haploid males being produced haploid sperms by mitosis rather than by meiosis. Union of egg with sperm gives rise to diploid larvae which become female. The Qn ഉണ്ട്. Qn egg produce ചെയ്യും. ഫെർട്ടിലൈസേഷൻ നടത്താത്തതെല്ലാം പാർത്തനോജെനിസിസ് വഴി ഫെർട്ടിലൈസേഷൻ നടത്താതെ ഉണ്ടാകുന്നതെല്ലാം ഹാപ്ലോയിഡ് ലാർവ ആയിട്ട് ഡെവലപ്പ് ചെയ്ത് അത് ഡ്രോൺസ് അല്ലെങ്കിൽ മെയിൽ ആയിട്ട് മാറും. ദെൻ ഈ ഡ്രോണിന്റെ ആകെയുള്ള ഫംഗ്ഷൻ റിപ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ക്യൂനിന്റെ എഗ്ഗും ഇതിന്റെ സ്പേമും കൂടി കമ്പൈൻ ചെയ്ത് സെക്ഷലി റിപ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡിവിജ്വൽസ് എല്ലാം ഫീമെയിൽസ് ആയിട്ട് മാറും. അതിൽ റോയൽ ജെല്ലി ഫീഡ് ചെയ്യുന്നത് മാത്രം ക്യൂനാവും.
നോ റോയൽ ജെല്ലി ആണെങ്കിൽ, റോയൽ ജെല്ലിയിലെ സാധാ ഫുഡാണ് കൊടുക്കുന്നതെങ്കിൽ അത് സ്റ്റീറൈൽ ഫീമെയിൽ ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ ഈ ഹാപ്ലോയിഡ് ഡിപ്ലോയിഡ് സെറ്റ് ആണ് അവിടുത്തെ ഇൻഡിവിജ്വലിനെ സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ദെൻ തേർഡ് വൺ, ജീനിക് ബാലൻസ് തിയറി. ബ്രിഡ്ജസ് ഇൻ 1922 പ്രപ്പോസ് ചെയ്ത തിയറിയാണ് ജീനിക് ബാലൻസ് തിയറി. Genic balance theory states that sex-determining genes are present on both X chromosomes as well as on autosomes. According to this theory, the sex of an individual is determined by a balance between the genes for maleness and those for femaleness present in the individual. അതായത് ജീനിക് ബാലൻസ് തിയറി പറയുന്നതനുസരിച്ച് ക്രോമസോമിന്റെ പ്രസൻസ് ഓർ ആബ്സെൻസ് അല്ല, ചില ജീൻസ് ആർ റെസ്പോൺസിബിൾ ഫോർ പ്രൊഡ്യൂസിങ് മെയിൽനെസ്, സർട്ടൻ ജീൻസ് ആർ റെസ്പോൺസിബിൾ ഫോർ പ്രൊഡ്യൂസിങ് ഫീമെയിൽനെസ്. ഈ ബാലൻസ് ആണ്, ഈ ജീൻസിന്റെ ബാലൻസ് ആണ് പർട്ടിക്കുലർ ഇൻഡിവിജ്വലിന്റെ സെക്സിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ തിയറി അനുസരിച്ച് സെക്സ് ഡിറ്റർമിനിങ് ജീൻസ് പ്രസൻസ് ആർ ഓൾസോ പ്രസന്റ് ഇൻ ഓട്ടോസോംസ്. അതായത് അല്ലോസോംസിൽ മാത്രമല്ല ഓട്ടോസോംസിലും ഈ ജീൻ ഇരിക്കാം. ഈ ജീൻ എവിടെയൊക്കെ ഉണ്ടോ അപ്പോൾ ആ ജീനിന്റെ ബേസ് അല്ലെങ്കിൽ അതിന്റെ പ്രൊപ്പോർഷൻ അനുസരിച്ച് ഇൻഡിവിജ്വലിന്റെ സെക്സ് വ്യത്യാസപ്പെടും. The male sex determining genes are present on autosomes and female determining genes are on X chromosome. The sex expression is determined by the balance of genes on the autosomes and X chromosome. In other words, the expression of sex depends on the ratio of X chromosomes to that of autosomes. This ratio is represented as X/A ratio. അതായത് ഈ ജീനിക് ബാലൻസ് തിയറി ഇത്രയേ ഉള്ളൂ. പ്രപ്പോസ് ചെയ്തത് ബ്രിഡ്ജസ് ആണ്. ഈ തിയറിയുടെ ബേസിൽ ക്രോമസോമിന്റെ പ്രസൻസ് ഓർ ആബ്സെൻസ് അല്ല സെക്സിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്, മറിച്ച് മെയിൽനെസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീൻസിന്റെയും ഫീമെയിൽനെസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീൻസിന്റെയും റേഷ്യോ ആണ് അതിന്റെ ഇൻഡിവിജ്വലിന്റെ സെക്സിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇനി ഫീമെയിൽനെസ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീൻസ് ആർ ലൊക്കേറ്റഡ് ഇൻ ദി എക്സ് ക്രോമസോം, വൈൽ മെയിൽനെസ് പ്രൊഡ്യൂസിംഗ് ജീൻസ് ആർ ലൊക്കേറ്റഡ് ഇൻ ദി ഓട്ടോസോംസ്. ഓട്ടോസോംസിലാണ് മെയിൽ ജീൻസ് ഇരിക്കുന്നത്, ഫീമെയിൽ ജീൻസ് ഇരിക്കുന്നത് അല്ലോസോംസിലാണ്. അപ്പോൾ അല്ലോസോംസ് അഥവാ എക്സ് ക്രോമസോമിലാണ്. അപ്പോൾ നമ്പർ ഓഫ് എക്സ് ക്രോമസോം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഹാപ്ലോയിഡ് സെറ്റ് ഓഫ് ഓട്ടോസോംസ്, അതാണ് X/A റേഷ്യോ, ദാറ്റ് ഈസ് സെക്സ് റേഷ്യോ. ഈ സെക്സ് റേഷ്യോ ആണ് ഇൻഡിവിജ്വലിന്റെ വാല്യൂ അല്ലെങ്കിൽ ഇൻഡിവിജ്വലിന്റെ സെക്സിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇഫ് ദ സെക്സ് റേഷ്യോ ഈസ് 1, ദാറ്റ് ഇൻഡിവിജ്വൽ വിൽ ഡെവലപ്പ് ഇൻ ടു എ ഫീമെയിൽ. ഇത് 1 ആണെങ്കിൽ ഫീമെയിൽ ആയിരിക്കും. ആൻഡ് ദോസ് വിത്ത് സെക്സ് റേഷ്യോ ഓഫ് 0.5 ദാറ്റ് വിൽ ഡെവലപ്പ് ഇൻ ടു മെയിൽ. 1 ആണെങ്കിൽ ഫീമെയിൽ, 0.5 ആണെങ്കിൽ ആരായിരിക്കും? മെയിൽ ആയിരിക്കും. If the sex ratio is between 1 and 0.5, the resulting individual will be neither a female nor a male but have an intermediate sex expression, and it is called intersex. If the sex index is of 1.5, which is higher than the sex index of normal female, അതായത് 1 ആണെങ്കിൽ ഫീമെയിൽ, 0.5 ആണെങ്കിൽ മെയിൽ, 1നും 0.5നും ഇടയിലാണെങ്കിൽ ഇന്റർസെക്സ്, 1ന് എബോവ് 1.5 അല്ലെങ്കിൽ 1ന് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അത് സൂപ്പർ ഫീമെയിൽസ്, ദെൻ 0.5ലും താഴെയാണെങ്കിൽ അത് സൂപ്പർ മെയിൽസ് ആയിട്ട് മാറും. ദെൻ അപ്പോൾ സെക്സ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എക്സ് ക്രോമസോംസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓട്ടോസോമൽ സെറ്റ്സ് എ. ഇൻഡിവിജ്വൽ വിത്ത് സെക്സ് റേഷ്യോ ഇൻഡെക്സ് ഓഫ് 1 ആർ നോർമൽ ഫീമെയിൽസ്. ദെൻ ഇത് ഏതൊക്കെ കണ്ടീഷനിൽ വരാം? XX ഡിപ്ലോയിഡ് ഫീമെയിൽ, XXX ട്രിപ്ലോയിഡ് ഫ്ലൈ, TetraX ടെട്രാപ്ലോയിഡ് ഫ്ലൈ, ഇങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ ഇങ്ങനെ വരാം. ഈ സെക്സ് ഇൻഡെക്സ് റേഷ്യോ ആണ് കൊടുത്തിരിക്കുന്നത്. പ്ലോയിഡിറ്റി 2n 3n. ഹാപ്ലോയിഡ് നമ്പർ ഓഫ് ഓട്ടോസോംസ് ആണ്. നമ്പർ ഓഫ് സെക്സ് എക്സ് ക്രോമസോംസ് 3, അപ്പോൾ 3/2 ദറ്റ് ഈസ് 1.5. അങ്ങനെയാണെങ്കിൽ സൂപ്പർ ഫീമെയിൽസ്. ഇത് 3n ഓട്ടോസോംസ് 3 ആണെങ്കിൽ അതിന്റെ ഹാപ്ലോയിഡ് നമ്പർ 3 ആണെങ്കിൽ നമ്പർ ഓഫ് എക്സ് ക്രോമസോംസ് 4 ആണ്. അങ്ങനെയാണെങ്കിൽ 4/3 ദറ്റ് ഈസ് 1.33, അതും സൂപ്പർ ഫീമെയിൽ. ഇങ്ങനെ വരുന്നതിനനുസരിച്ച് മെയിൽ 0.5 ഉള്ളപ്പോൾ മെയിലാവും. ദെൻ 0.33 ആണെങ്കിൽ അത് സൂപ്പർ മെയിലായിട്ട് മാറും. ദെൻ
Next is environmental sex determination.